ഒന്നും ഇടിപ്പിക്കരുത്. പിന്നെ വണ്ടി കൊണ്ടൊന്ന് വീഡിയോ ചെയ്തിട്ട് പോകുമ്പോ അത് ശരിയാണ് പറഞ്ഞത്. അല്ല ബ്രോ ഞാൻ ഈ സിറ്റുവേഷൻ ഉണ്ടാവുന്നത് എന്നോടാണ് ബ്രോ സംസാരിക്കുന്നത്. അതെ 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 അതെ. അപ്പൊ ഒരുത്തൻ വണ്ടി ഇടിച്ചിട്ടാണ് നെക്സസിന്റെ വണ്ടി ഇടിച്ചു. അത് കൊണ്ടിട്ട് എന്റെ പി ഒയിൽ അങ്ങനെയായിരുന്നു. പക്ഷെ എന്നോട് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ റോളക്സ് ആരോ വെടി വെച്ചു എന്നിട്ട് ചത്തു, അതുകൊണ്ടാണ് അടിക്കുന്നത് പറഞ്ഞാണ് ഫസ്റ്റ് ഞങ്ങളോട് പറഞ്ഞടിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങൾ സംസാരിക്കാൻ വിളിച്ചപ്പോ റോളക്സ് ഒന്ന് റേഡിയോ സൈലന്റേടാ. എടാ എനിക്ക് നിങ്ങളുടെ കൂടെയുള്ള ആള് കോള് തന്നാണ്, എനിക്ക് ഓർമ്മയില്ല, മനസ്സിലായോ? നിങ്ങൾക്ക് ഇതുവരെ റൂൾസ് ഇവിടുത്തെ അറിയത്തില്ല. എനിക്ക് റോളക്സിന് അറിയാവോന്ന് ചോദിച്ചാൽ ഇത് ന്യൂ ലൈഫ് റൂൾ എന്ന് പറഞ്ഞ സാധനം ഉണ്ട് ബ്രോ ഇവിടെ. അപ്പൊ എനിക്ക് നിങ്ങളുടെ ടീമാണ് ഓർപ്പിച്ചത്, അടിച്ചതാണെന്നും വണ്ടി ഇടിപ്പിച്ചതാണെന്നും. ഞാൻ അവിടെ മിണ്ടിയിട്ടില്ല, മനസ്സിലായി? നിങ്ങളുടെ ടീം പറഞ്ഞു കേട്ടിട്ടാണ് ഞാൻ ഓർത്തത്. സിറ്റുവേഷൻ ഇതാണ് ഉറപ്പല്ല നിങ്ങൾക്ക്? ഇതാണ് സിറ്റുവേഷൻ. എന്നോട് ഞങ്ങൾ ഇത് സംസാരിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ റോളക്സ് ബ്രോ പറഞ്ഞ എന്തിനാ സിറ്റുവേഷൻ എടുത്തെന്ന് വെച്ചപ്പോ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രീ വാർ വിളിച്ചിട്ട് വാർ പറയാൻ മീറ്റിംഗ് കൂടിയില്ലാന്ന് ആദ്യം പറഞ്ഞത്. അത് കഴിഞ്ഞ് ഞങ്ങൾ മീറ്റിംഗ് കൂടി ചെയ്യാനായിട്ടെന്ന് പറഞ്ഞപ്പോ ആള് പറഞ്ഞു വെടിവെച്ചു. അത് കഴിഞ്ഞിട്ട് വണ്ടി ഇടിച്ചു. എടാ അത് പണ്ട് മറ്റേ സിറ്റുവേഷൻ കഴിഞ്ഞ് നിങ്ങൾ പറഞ്ഞപ്പോ അത് തീർന്നു. ഇതിപ്പോഴത്തെ എന്നെ ഈ വണ്ടി തട്ടിയാണ് സിറ്റുവേഷൻ. അന്നത്തെ ഹെലിയുടെ ആയിരുന്നു സിറ്റുവേഷൻ. അന്നത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഹെലി കൊണ്ടുവന്ന് ഹെലിനെ താളം അടിച്ചായിരുന്നു അന്നത്തെ സിറ്റുവേഷൻ. ഞങ്ങൾ അടിച്ചത് എന്തിനാണ്? ഞങ്ങള് സംസാരിക്കല്ലാർന്നെ. അപ്പൊ ഞാൻ സംസാരിക്കല്ല, വണ്ടി ഇറക്കി എന്നെ ഇടിപ്പിച്ച് വീഡിയോ ചെയ്തിട്ട് എന്തിനാ? എടാ വീഡിയോ ചെയ്യാൻ ഞാൻ ചോദിക്കട്ടെ, പോയ വണ്ടി തിരിച്ചു വന്ന് വീഡിയോ ചെയ്യുന്നല്ലോ. ഞാൻ ഇറങ്ങിയപ്പോ എന്റെ അടുത്ത് ഒരു വണ്ടി പോലും ഇല്ല. അവൻ ബാക്കിൽ കിടക്കണ്ടാർന്നെ. പോയ വണ്ടി പോയി ബാക്കിലെ കിടക്കണ്ടാർന്നെ. അവിടെ നിന്ന് വന്നപ്പോഴാണ് സംസാരിക്കാൻ ഞങ്ങള് തോക്കെടുത്തിട്ടുണ്ടാവില്ല, ഞങ്ങളിൽ തോക്കെടുത്തില്ല. എന്നിട്ട് സംസാരിക്കാൻ വന്നപ്പോഴാണ് ബ്രോയും ഒരു കാര്യമാണ് നിങ്ങളുടെ മറ്റേതുള്ള ബാക്കിലൊരു ബ്ലാക്ക് ഇതായിട്ടുള്ളത് ഒരു ബാറ്റ്മാന്റെ പോലെ പുള്ളിക്കാരനാണ്. ഇവന്റെ അടുത്ത് പറഞ്ഞ് ഗണ്ണില്ല എന്നുള്ളത് ഓൾറെഡി പറഞ്ഞു കാര്യം. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വരാണ്, ഗണ്ണില്ല പറഞ്ഞപ്പോ ഡയറക്റ്റ് നോ ഫയറിങ്, അതായത് വാണിംഗ് ഫയർ ഇല്ലാണ്ട് ഡയറക്റ്റ് തന്നെ ആൾക്കാരെ അടിച്ചിട്ട് സംസാരിക്കാറോട് ഓൾറെഡി അവനോട് സംസാരിച്ചോണ്ടിരിക്കും. ഗണ്ണില്ല പറഞ്ഞപ്പോ റേഡിയോ കോൾ എടുത്ത് അടിച്ചിട്ട്. അല്ലല്ല വാണിംഗ് ഫയർ 2 തവണ ലെഫ്റ്റ് റൈറ്റ് തന്നായിരുന്നു കേട്ടോ. രണ്ട് സൈഡിലും ലെഫ്റ്റ് റൈറ്റും അടിച്ചിട്ടുണ്ട്. നമ്മള് സംസാരിക്കല്ല ബ്രോ, നമ്മള് വായോണ്ടല്ല നമ്മള് സംസാരിച്ച് കഴിഞ്ഞിട്ടാണല്ലോ അവൻ അടിച്ചത്. നമ്മൾ അടിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു, നീ എന്നെ കണ്ടായിരുന്നു. ചത്ത് കഴിഞ്ഞിട്ട് ബ്രോ ഇൻറ്റു അത് കഴിഞ്ഞ് ഞങ്ങള് ബ്രോയുടെ NSSന്റെ ആൾക്കാരോട് പറഞ്ഞപ്പോ ഓക്കെ എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. അവസാനാണ് പെട്ടെന്ന് വന്ന് ഫയർ ചെയ്തു, ഞങ്ങളെ 3 പേരെ ഡൗൺ ആക്കി. എന്നിട്ടാണ് നിങ്ങൾ പോയത്. എന്തായാലും സിറ്റുവേഷൻ ഇതാണെന്ന് മനസ്സിലായില്ലേ? ഇനി ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ബാക്കി എന്തായാലും അടിച്ചു കുഴപ്പമില്ല. അല്ല അത് സന്തോഷം മച്ചാനെ. സിറ്റുവേഷൻ ഉണ്ടായി നമ്മളിതൊന്നും മനസ്സിൽ വെച്ചോണ്ടിരിക്കുവല്ല. സിറ്റുവേഷൻ സമയത്ത് നമ്മൾ അങ്ങനെ സംസാരിക്കാനേ പാടുള്ളൂ. അപ്പൊ മനസ്സിൽ വെച്ചാൽ നീക്ക് ഇനിയും എഴുകും. തൂറും നീയൊക്കെ കിടന്നു തൂറും മുതുക്കി കിടന്ന് തൂറും ഇവിടെ സാന്റീനും കിടന്ന് തൂറും. അത്രേ ഉള്ളൂ. അപ്പൊ തൂറിക്കോ ചെല്ല്. ആ 2 വണ്ടി കൂടെ കൊണ്ടു കേട്ടോ. നിങ്ങളുടെ സാധനം മനസ്സിലായി, നമുക്ക് വേണ്ട. കൊണ്ടുപോകും, കത്തിച്ച് കളവുണ്ടായി, കത്തിച്ച് കളവുണ്ടായി. കേറാ മക്കളെ. എടാ ഉണ്ടായിട്ട് നീയൊക്കെ എത്ര ദിവസം തിരിച്ചടിച്ചപ്പോ നിനക്ക് തിരിച്ചടിക്കാൻ 2 പേരെ ഇവിടുന്ന് വന്നുള്ളൂ, മനസ്സിലായോ? 2 പേര് വെച്ച് നീയൊക്കെ 4 ഡൗൺ. ഓ മരിക്കുന്നത് കുഞ്ഞി പോര്. എടാ അവനെ ക്യാരി അടിക്കാം. നമ്മക്കൊക്കെ വേണ്ട അവന്റെ വണ്ടി. അടിച്ച് പൊട്ടിച്ചോളാണോ? വേണ്ട നമ്മളുള്ള ഗണ്ണിന്റെ ഇത് പോകും. വേറെ കളഞ്ഞിട്ട് നമുക്ക് വേറെ ഗുണമൊന്നുമില്ല. കേറാ അപ്പുറ സൈഡ് ഒന്ന് കേറാ. ഓക്കെ ആരോടിക്കൊന്നും തോന്നുന്നുണ്ട്.